അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. മനുഷ്യൻ്റെ ചിന്താമണ്ഡലങ്ങളെ വിളിച്ചുണർത്തുകയും അവനെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങളെ ഈറനണിയിപ്പിച്ച, അദ്ദേഹത്തിൻ്റെ താടി രോമങ്ങളെ നനഞ്ഞ് കുതിർത്ത, അദ്ദേഹത്തിൻ്റെ നമസ്കാര പായകളിൽ കണ്ണീരുകൾ നിറഞ്ഞ ചിന്തിപ്പിച്ച ആയത്തുണ്ട് ഖുർആനിൽ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാനിൽ അവസാന ഭാഗത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോടായിക്കൊണ്ട് പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ വ്യതിയാനങ്ങളിലും ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض. സൽബുദ്ധിയോടുകൂടി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളെ ചിന്തിക്കുവാൻ തയ്യാറാകുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രത്യേകതകൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർ അള്ളാഹുവിൻ്റെ ആയത്തുകളെ, അള്ളാഹുവിനെക്കുറിച്ച് നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ചിന്തിക്കുന്നതാണ്. ലോകത്തിൻ്റെയും ഭൂമിയുടെയും ഗോളമണ്ഡലങ്ങളുടെയും സൃഷ്ടിപ്പിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ചും നിരന്തരമായിക്കൊണ്ട് ചിന്തിച്ചിരിക്കുന്ന അത്തരക്കാരെ അവസാനം അവരുടെ ഹൃദയങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടുള്ള സംസാരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവർ അള്ളാഹുവിനോട് പറയും, റബ്ബേ, നീ ഈ കാണുന്ന ഗോളമണ്ഡലങ്ങളും ഈ വസ്തുക്കളും ഒന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ പരിശുദ്ധനാണ്, ഞങ്ങളെ ആ കത്തിയാളുന്ന നരകത്തിൽ നിന്നും രക്ഷിക്കണമേ എന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്നും അറിയാതെ ഹൃദയത്തിൽ നിന്നുമുള്ള പ്രാർത്ഥനകൾ ഉയരുന്നതാണ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈതഹു വമാ ലിസ്സാലിമീന മിൻ അൻസാർ. അങ്ങനെ ആ നരകത്തെ ബോധ്യപ്പെടുന്ന ആളുകൾ അള്ളാഹുവിനോടായിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബേ, ഞങ്ങളെ ഈ നരകത്തിൽ നിന്നും രക്ഷിക്കണമേ. നീ എങ്ങാനും ആ നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അത്തരം ചിന്തയില്ലാതെ, അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമില്ലാതെ,
അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളെക്കുറിച്ചുള്ള ചിന്തകൾ നഷ്ടപ്പെട്ടുകൊണ്ട് ജീവിച്ച് നരകത്തിലേക്കെങ്ങാനും എത്തിപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അവനേക്കാൾ ഭാഗ്യവാൻ ഹതഭാഗ്യർ മറ്റാരുമില്ല. അള്ളാഹുവെ, അവർക്ക് മറ്റൊരു സഹായവും ഉണ്ടാവുകയില്ല എന്നുകൂടി അവരുടെ ഹൃദയങ്ങളിൽ നിന്നും വരുന്നതാണ്. ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ ചിന്തിച്ചും അതിനെ മനസ്സിലാക്കിയും ആളുകൾ പിന്നീട് അള്ളാഹുവോടായിക്കൊണ്ട് പറയുകയാണ്, അള്ളാഹുവെ, നിന്നിലേക്കുള്ള ഒരു വിളിയാടം, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ഒരു മടക്കത്തിന് വേണ്ടിയുള്ള ഒരു വിളിയാടം, അള്ളാഹുവിലേക്ക് വിശ്വസിച്ചു എന്ന വിളിയാടം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിളിയാടത്തിന് ഞങ്ങളിതാ ഉത്തരം നൽകിയിട്ടുണ്ട് എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിൻ്റെ വികളിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അവർ മടങ്ങി ചെല്ലുവാൻ തയ്യാറാവുകയാണ്. ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار. തങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയ സത്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങിയ വ്യക്തികൾ പിന്നീട് അള്ളാഹുവോടായിക്കൊണ്ട് പറയുകയാണ്, തങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങൾ അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. അത്തരത്തിലുള്ള പാപങ്ങളിൽ നിന്നും ഞങ്ങളെ മുക്തരാക്കിക്കൊണ്ട് യഥാർത്ഥമായ ദീനിലേക്ക് ഞങ്ങളെ അടിയുറച്ച് നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന കൂടി അവരുടെ ഹൃദയങ്ങളിൽ നിന്നും ഉയരുന്നതാണ്. ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അള്ളാഹുവിൻ്റെ ദീനിനെ അനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങിയ ആ വ്യക്തികൾ പിന്നീട് പറയും, റബ്ബേ, അള്ളാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രവാചകന്മാരിലൂടെയും ഞങ്ങൾക്ക് നീ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണമേ. അതിൽ ഞങ്ങൾക്ക് ഒരു പ്രയാസം സൃഷ്ടിക്കരുതേ. നീ ഒരിക്കലും വാഗ്ദാനങ്ങൾ ലംഘിക്കാത്തവനാണ് എന്ന് അള്ളാഹുലേക്ക് പറഞ്ഞുകൊണ്ടും അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് പിന്നീട് കാണുവാൻ സാധിക്കുക എന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തിലെ നിരന്തരമായി കൊണ്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് കടന്നു പോകുന്നുണ്ട്. ഈ ഓരോ നിമിഷങ്ങളിലും അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് ചിന്തിക്കുവാനും അതിൻ്റെ ഓരോ ആ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുമാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിലേക്കുള്ള ഒരു വിളിയാളം ലഭിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ മടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് മടങ്ങുവാനാണ് ഒരു വിശ്വാസി, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ തയ്യാറാവുക എന്നുള്ളതാണ് ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകളെ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ അതിനെ പകർത്തുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.